നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ശരിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഒന്ന് ആശ്വാസത്തോടുകൂടി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, നിരത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോഴേക്കും നമ്മുടെ ചുറ്റുപാട് നിന്നും ആ ഒരു കുരശബ്ദം കേൾക്കാം. അവർ ഏതു വഴിയാണ് ഈ തെരുവ് നായ്ക്കൾ നമുക്ക് നേരെ കുരച്ചു ചാടുന്നത്, ഓടി വരുന്നത് എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു നമുക്ക് ആശ്വാസത്തോടെ പേടിയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായി തന്നെ ഈ ഉത്തരവ് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ശ്യാം ദേവരാജ് പറയുന്നത്. ഇന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, തെരുവുനായയുടെ ആക്രമണങ്ങൾ കൊല്ലത്തിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ തന്നെ വരികയാണ്. കൊല്ലം അഞ്ചലിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 7 പേർക്കാണ് കടിയേറ്റത്. പേവിഷബാധയുള്ള നായയാണ് കടിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ുണ്ടെങ്കിൽ അത് ക്യൂരുമായിട്ട് തന്നെ പട്ടി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കുന്നത് നല്ലതാണ്. എല്ലാവരും സൂക്ഷിക്കുകയും പട്ടിയാണ്. ഇത് നിയന്ത്രണമില്ല. രാത്രിയാലും പകലാലും പട്ടി ഇങ്ങനെ ഓടി നടക്കുന്നത്, എല്ലാവരും ഓടിക്കുകയാണ്. ഇനി വേറെ പട്ടികളെ കടിച്ചിട്ടുണ്ടോ, ഇനി ഇത് സ്പ്രെഡ് ആവുമോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ദിലീപ് ദേവസ്യയിലേക്ക് പോകാം. ദിലീപ് 7 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ഉത്തരവ് വന്ന ദിവസമാണ്. ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? നാട്ടുകാർ രോഷാകുലരായി പ്രതികരിക്കുന്ന നാട്ടുകാരെയും കാണുന്നുണ്ട്. അവിടെ എന്താണ് ഉണ്ടായത്? കൊല്ലത്ത് നേരത്തെ തന്നെ ഒരു ഉണങ്ങാത്ത മുറിവുണ്ട്. കാരണം നിയ ഫൈസലിനെ നമ്മൾ ആരും മറന്നിട്ടില്ല. 7 വയസ്സുകാരൻ നിയ ഫൈസലിന് തെരുവുനായയുടെ കടിയേൽക്കുകയും പിന്നീട് പേവിഷബാധയേറ്റ് കുട്ടി മരിക്കുന്ന സാഹചര്യങ്ങൾ അടക്കമുണ്ടായ ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. ഈ കൊല്ലം ജില്ലയിലാണ് ഇന്ന് കൂടി തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. നിയ ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അഞ്ചൽ എന്ന് പറയുന്ന ഭാഗത്താണ്, ചന്തമുക്കിലാണ് ഇന്ന് തെരുവുനായയുടെ കടിയേറ്റ് 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അവിടെ സ്ത്രീകളും അതോടൊപ്പം പുരുഷന്മാരടക്കമുള്ള നിരവധി ആളുകൾക്കാണ് തെരുവുനായയുടെ കടിയേറ്റ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത് രാവിലെ സംഭവിച്ചപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ തെരുവുനായ കടിക്കാൻ ഓടിച്ചു എന്നുള്ളതാണ് മറ്റൊരു പരാതിയായി ഈ നാട്ടുകാരടക്കം പറയുകയും ചെയ്ത് ഇന്ന് കടിയേറ്റ 7 പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്ന് നേരത്തെ തന്നെ പലതവണ പഞ്ചായത്തിലടക്കം പരാതിയായി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നാട്ടുകാർ ഈ തെരുവുനായയെ കൈകാര്യം ചെയ്യുകയും തെരുവുനായയെ തല്ലിക്കൊല്ലുകയുമാണ് ചെയ്തത്. ഈ കടിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ ഉണ്ട് എന്നുള്ളൊരു സംശയം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിൻ്റെ ശ്രമമടക്കം പരിശോധനയ്ക്കായി കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ മാത്രമേ ഇപ്പോൾ അതിലൊരു സ്ഥിരീകരണം എത്തിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിൽ ഗുരുതരമായ മറ്റൊരു കാര്യം ഇവർ തന്നെ, അത് നാട്ടുകാർ തന്നെ പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ തെരുവുനായ, അതായത് 7 പേരെ കടിച്ച തെരുവുനായ മറ്റ് നായ്ക്കളുമായി കടിപിടി കൂടുന്നതടക്കം കാണുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് നായ്ക്കൾക്കും തെരുവുനായയുടെ ഈ പേവിഷബാധ ഉണ്ടാകാനുള്ളൊരു സാധ്യത, അതൊരു ആശങ്ക ഈ നാട്ടുകാരെല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്രദേശത്ത് ഏറ്റവും വലിയ തലവേദനയും ഒപ്പം തന്നെ വെല്ലുവിളിയുമായിരുന്നു തെരുവുനായയുടെ ആക്രമണം. ഇന്നുകൂടി 7 പേർക്ക് കടിയേൽക്കുക എന്നുള്ളത്, അത് ഈ പഞ്ചായത്ത്, അത് അഞ്ചൽ പഞ്ചായത്തിൽ തന്നെ അത് വലിയൊരു ആളുകൾ പരാതിയുമായി ഇപ്പോൾ കൊല്ലത്ത് നടന്ന സംഭവം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നോവ് തന്നെയാണ്.